മലയാള സിനിമയിലെ വളരെ മേജറായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടർ ചോദിച്ചിട്ടുണ്ട്, തനിക്ക് നാണമില്ല ഇത്ര വയസ്സായിട്ട് അമ്മയും കൊണ്ട് എന്തിനാ എല്ലായിടത്തും പോകുന്നത്? സ്വന്തമല്ലാത്ത ഭാര്യനെയും സ്വന്തമല്ലാത്ത ഭർത്താവിനും, വല്ലവന്റെയും ഭാര്യനെയും ഭർത്താവിനെയും കൊണ്ട് നടക്കുന്നത്. ഞാൻ എന്റെ സ്വന്തം അമ്മയും കൊണ്ടാണ് നടക്കുന്നത്. ഇനി ഇതിലും വലിയ ഉത്തരം പറയാം. പുള്ളി പറഞ്ഞു തന്റെ നാക്കിനെ ജയിക്കാൻ ഇനി വേറെ ആരുമില്ല ലോകത്ത്. നമ്മൾ റോഡിൽ കൂടെ തന്നെ ഞാൻ നടന്നു പോകാന്ന് വെച്ചോ. അപ്പൊ വെറുതെ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നവര് ചിലപ്പോ ഉണ്ടാകാം. തീർച്ചയായിട്ടും അതപ്പോ സിനിമയുടെ കുറ്റമല്ലല്ലോ, അയാളുടെ മെന്റാലിറ്റിയുടെ കുഴപ്പമല്ലേ. സിനിമയിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റ് വാല്യൂ ഉള്ളവരാരോ അവർക്കാണ് ഇപ്പോ എന്താ പറയാ മുൻഗണന കൂടുതൽ. ഇപ്പൊ ആൺ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നയൻതാര കയറി വന്നിട്ട് ഇപ്പൊ അവരുടെ വലിയ കട്ടൗട്ടും അവരെ ഇപ്പൊ വലിയൊരു സൂപ്പർ സ്റ്റാർ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം അവർ വാങ്ങിക്കുന്നുണ്ട്. അവനെ ഒന്ന് സൂക്ഷിച്ചോട്ടാന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും അല്ലേ, പരദൂഷണമാണെങ്കിൽ അങ്ങനെ, പ്രോഗ്രാം ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, എല്ലാത്തിലും ബെസ്റ്റ് കമ്പാനിയൻ ആണ്. ഇതാണ് എനിക്കൊന്ന് റോക്കി ഭായി പറഞ്ഞ പോരാളിയും തോന്നുന്നത്, എല്ലാത്തിലും ബെസ്റ്റ് പാർട്ട്ണർ ആണ്. ഒരുപാട് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ ഇല്ല. അപ്പൊ ഞാൻ പറയും സ്വന്തമായിട്ട് വീട്ടിൽ എന്റർടൈനർ ഉള്ളപ്പോൾ വേറെ എന്തിനും എന്റർടൈൻമെന്റ് ഒരാളുണ്ടല്ലോ, അത് മതിയല്ലോ. അപ്പൊ നമ്മള് ഗേൾസ് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുക്കുന്നത്. അതെ, കൂടുതലായതുകൊണ്ട് നമുക്കൊന്ന് മെജോറിറ്റി കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പാട്ട് പറഞ്ഞു അന്വേഷിച്ച പാട്ട് പറഞ്ഞു. അവരവർക്കാണ് കൂടുതൽ അംഗീകാരം കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഇന്ന ആളാണ്, ഇന്ന ആൾക്ക് കൊടുത്ത പിന്നെ ആൾക്കത് മൊത്തം വേണ്ട, വേറെ ആളുണ്ട്, പാർട്ട്ണർ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരും. അത് അങ്ങനെയാണോ? നിങ്ങൾ ഭയങ്കര എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു സ്നേഹം, കമ്മിറ്റ്മെന്റ് ഒക്കെ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഇതുപോലെ പൊട്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടി കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഇവിടെ ഉള്ളത് നല്ല കിഡിലൻ ഡാൻസ് പെർഫോമൻസേഴ്സ് ആണ്. അവരുടെ അടുത്താണ് നമ്മൾ ഇന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത്. അവർ വഴിയായിരിക്കും നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റിയിലേക്ക് നമ്മൾ എത്തുക. പിന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഡാൻസുമായിട്ട് ബന്ധമുള്ള ആരോ ആണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്നല്ലേ. ഓൾ റൈറ്റ്, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലിന്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ അടിപൊളി താരങ്ങൾ ഡാൻസേഴ്സ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? യെസ്, കം ഓൺ ഗൈസ്, വരൂ. യെസ്, അപ്പൊ നമ്മുടെ ഡാൻസേഴ്സ് എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇവർ ഇത്ര എനർജറ്റിക് ആയിട്ട് ഓടി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. കാരണം ഞാൻ വന്ന സമയത്ത് ഇവിടെ 2 ഫ്ലോറിലായിട്ട് നോൺ സ്റ്റോപ്പ് ഡാൻസ് കളിയായിരുന്നു. ഇവരെല്ലാവരും ഭയങ്കര പ്രാക്ടീസിലായിരുന്നു. ഇത്രയും എനർജി എവിടുന്നാണ് ഇവർക്ക് ഇങ്ങനെ ഓടി വരാനെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഡെയിലി ഇത്രയും പ്രാക്ടീസും പ്രോഗ്രാമും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നേ? ആരാ പറ, സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ? ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആള്? കള്ളം പറയുന്നതാണോ? ഇവര് വെറുതെ പറയുന്നതാണോ? ആണോടാ, വെറുതെ പറയുന്നതാണോ? ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ? അനുപമ. അനുപമ ആരാ? അനുപമയ്ക്ക് ട്രോഫി പിടിച്ചോ. യെസ്, പറയൂ, എങ്ങനെയാണ് ഇവരെല്ലാവരുടെ റെപ്രസെന്റേറ്റീവ് ആണ് കേട്ടോ അനുപമ ഇന്ന്. എങ്ങനെയാണ് ഈ ഒരു എനർജി ഇവരെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്? എല്ലാ ഡേയിലും നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. പിന്നെ നമുക്ക് പരിപാടിയുടെ അനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യും, നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ എത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റണോ അത്രയാണ് നമുക്ക് സ്റ്റേജിൽ റിസൾട്ട് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്, എല്ലാവർക്കും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ടായിരുന്നു നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ചെയ്യണത്. ഇവിടെ ഗേൾസ് ആണോ ബോയ്സ് ആണോ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസേഴ്സ്? ഗേൾസ് ഞങ്ങൾ ഗേൾസ് ആണ് ഏറ്റവും കൂടുതൽ. സമ്മതിച്ചോ നിങ്ങളതെങ്ങ്? അങ്ങനെയാണോ? അത് ആളെണ്ണം കുറവായതുകൊണ്ടാണെന്ന് തോന്നല്ലേ തളർത്തിയത്? ആണോ? ബോയ്സ് പറയുന്നു അവരാണ് ഏറ്റവും. ഇല്ല, നമ്മള് ഗേൾസ് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുക്കുന്നത്. അതെ, കൂടുതലായതുകൊണ്ട് നമുക്കൊന്ന് മെജോറിറ്റി കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആണ്, എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിന് പോകുമ്പോ നിങ്ങൾ ഈക്വൽ ആയിട്ടല്ലേ പോകുന്നത്? അതെ, ഡെയിലി പ്രോഗ്രാം ഉണ്ടാകാറുണ്ടോ? നമുക്ക് ഡെയിലി പ്രോഗ്രാം. നിങ്ങൾക്ക് ഇവിടെ ഒരു മെയിൻ ഹെഡ് ഉണ്ടല്ലോ, ഒരു ലേഡി ഹെഡ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് വിളിച്ചാലോ? ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഗസ്റ്റിനെ നിങ്ങളാണ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. മറ്റാരുമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ ഹൃദയത്തിൽ ഡാൻസറും സിംഗറും ആക്ടറും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ തീരാത്ത അത്രയേറെ കഴിവുകളുള്ള കലാപ്രതിഭ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമസ്കാരം ചേച്ചി. അപ്പൊ കൃഷ്ണപ്രഭ ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാം വെൽക്കമിങ് ഒന്നുകൂടെ കൊടുക്കാം, ഒരു അടിപൊളി കൈയോടെ കൊടുക്കാം അല്ലേ? ഒരു എനർജി.
ഒരു എനർജി ഇനിയും വരാനുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ചേച്ചി എങ്ങനെയുണ്ട് ഇവരെല്ലാവരെയും ബാലൻസ് ചെയ്യാൻ? ഇവരെല്ലാവരും നല്ല ബാലൻസ്ഡാ, ഞാനാ ബാലൻസ് അല്ലാത്ത പുറത്ത് ഇങ്ങനെ ഒരു കഥ ഞാനിങ്ങനെ കേട്ടു. ചേച്ചി ഇവിടെ ഡാൻസ് ടീച്ചർ ആണ്, പക്ഷെ ചേച്ചി അല്ല ഡാൻസ് പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല, ചേച്ചി പഠിപ്പിക്കുന്നില്ല. ആരെത്ര വലിയ തള്ളാൻ പുറത്ത് ഭയങ്കര കഥയാ ചേച്ചി. അല്ലല്ല, ഇവിടെ അല്ല, ഇവരെല്ലാവരുമാണ് കൊറിയോഗ്രാഫേഴ്സ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടെ ഇടയ്ക്ക് വന്ന് പോകുന്ന ഒരാൾ മാത്രമാണ്. ചേച്ചി പഠിപ്പിക്കാൻ ഇല്ല, നമ്മുടെ മെയിൻ താണ്ഡവിന്റെ ആള് രാജേഷ്, ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന രാജപ്പനാണ് ശരിക്കും താണ്ഡവിന്റെ മെയിൻ ഹെഡ്. ഞാനിവിടെ എല്ലാ കാര്യത്തിനും ഇവരോടൊപ്പം ഒരു വലങ്കൈ ആയിട്ട് തന്നെ, വലങ്കൈയല്ല, ഇരു കൈകളുമായിട്ട് ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ടും ഒക്കെ ഉണ്ട്. ഇവരാണ് എന്റെ സ്ട്രെങ്ത്, ഇവരാണ് നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ സ്ട്രെങ്ത് എല്ലാം അല്ലേ. നമ്മളിവിടെ കൂടുതൽ ഇവന്റ്സ് ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോ കല്യാൺ രാമനിൽ പറയും പോലെ നൂലുകെട്ട് മുതൽ ശ്രാദ്ധം വരെ എല്ലാ ഇവന്റ്സും നമ്മൾ ചെയ്യും. അതെല്ലാത്തിനും ഓടി ഓടി നടക്കുന്നത് രാജപ്പൻ. പിന്നെ നമ്മളുടെ ഇപ്പം 2 സ്റ്റാഫ് ഉണ്ട്, അവർ നാണം കാരണം മാറി നിൽക്കുക. അപ്പോൾ അവരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഇവിടെ ആരങ്ങനെ സ്റ്റാഫ്, സ്റ്റുഡൻസ്, ടീച്ചർ, സ്റ്റുഡന്റ് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, എല്ലാവരും ഈക്വൽ ആണ്. അതെ, നമുക്കിപ്പോൾ ഇവിടെ 3 ബാച്ചാണ് ഉള്ളത്. ഒന്ന് ഗേൾസ് മാത്രമായിട്ടുള്ള ഒരു ക്ലാസിക്കലിന്റെ ഒരു ബാച്ച് ഉണ്ട്, പിന്നെ ബോളിവുഡിന്റെ 2 ഗേൾസ് ആൻഡ് ബോയ്സ് ആയിട്ടുള്ള 2 ബാച്ച് വേറെ ഉണ്ട്. അപ്പൊ ടോട്ടൽ ഒരു 4 ബാച്ച്. അതെ, കൺഫ്യൂഷൻ അത്രയേറെ ഉണ്ട്. ഇത് മാത്രമല്ല, ഒരു 10-40 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ ഞങ്ങളുടെ. ഫാമിലി ആണ് കേട്ടോ, താണ്ഡവ് ഫാമിലിയാണ്. പക്ഷേ ഡാൻസ് കൊണ്ട് മാത്രം തീരുന്നില്ല, നമുക്ക് ഇവിടെ ഒരു മ്യൂസിക് ബാൻഡും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഇവിടെ അല്ല, പക്ഷെ നമുക്ക് ഇവിടുന്ന് മ്യൂസിക് ബാൻഡ്, ഇപ്പൊ COK ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാനും വേറെ സിംഗേഴ്സ് എല്ലാവരും ഉള്ള ഒരു ബാൻഡാണ്. അതിലും നമ്മളുടെ ബാക്കപ്പ് ഡാൻസ് ഉണ്ട് നമുക്ക്. അതും ഒബിയസ്ലി ഞാൻ എന്റെ വീട്ടിലുള്ള പിള്ളേരെ തന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ആക്ടിംഗ് ഉണ്ട്, ഇതിനിടയ്ക്ക് സ്റ്റേജ് ഷോസ് ഉണ്ട്, ഒപ്പം റീഡിംഗ് ഉണ്ട്, കുറേ പരിപാടികളുണ്ട്. ഒരു പരിപാടിയും കൂടെ ഞങ്ങൾ ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. താണ്ഡവന് ഇപ്പൊ സ്വന്തമായിട്ട് റെന്റൽ ഷോപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മഹാരാജ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ എറണാകുളം MG റോഡിനടുത്ത്, അവിടെ ഇപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഡാൻസ്, ഡ്രാമ, പാട്ടിന്റെ കോസ്റ്റ്യൂം എന്താന്ന് വെച്ചാൽ അതിനുള്ള ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂംസും എല്ലാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താണ്ഡവിന്റെ തന്നെ പുതിയൊരു വെഞ്ചറാണ് റെന്റൽ ഷോപ്പ് സ്റ്റാർട്ട്. എനിക്ക് തോന്നുന്നു താണ്ഡവ് ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയായി മാറും. ഇനി ഈ താണ്ഡവിന്റെ എന്റെ അടുത്ത് ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ, ഇത് താണ്ഡവ് എങ്ങനെയാണ് ഉണ്ടായെന്നൊക്കെ ആയിരിക്കുമല്ലോ. അതിപ്പോ ചോദ്യം വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാം, ഇവരെല്ലാവരും ഇവിടുത്തെ ശിശുക്കളാണ്. അതായത് ഇപ്പൊ ഇവരെല്ലാവരും ചേച്ചി വിളിക്കും പോലെ തന്നെ ഇവരെല്ലാവരും ശിശുക്കളാണ്. രാജപ്പനും ഞാന്, പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ താണ്ഡവ് ശ്രീധരനുണ്ട്, ഡാൻസ് സിറ്റി ശ്രീധരൻ. അങ്ങനെ ഞങ്ങൾ ഒരു 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ശരിക്കും ഒരു ഡാൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. അതായത് ഒരു ഡാൻസ് ട്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഒരെണ്ണം ഫോം ചെയ്തത് ഒരു 10-20 കൊല്ലം മുന്നേ. അപ്പോൾ ഞങ്ങൾ ഈ 6 പേര്, അന്ന് പേരൊന്നുമില്ല, ഒരു ഡാൻസ് ടീം, ഡാൻസ് കളിക്കുന്ന ഒരു 6 പേര് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മനോജ് ഗിന്നസ്, നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ, മനോജേട്ടൻ ഒരു ടീം തുടങ്ങി, കൊച്ചിൻ നവോദയ. അതിൽ ഡാൻസ് ചെയ്യാൻ കുട്ടികൾ ഒരു ടീം വേണം എന്ന് പറഞ്ഞിട്ട് രാജപ്പനാണ് മുൻകൈ എടുത്ത് ഞങ്ങൾ 6 പേര് ഒരു ഡാൻസ് ടീമായിട്ട് അവർക്ക് മെഗാ ഷോയുടെ ഇടയിൽ ഫില്ല് ചെയ്യാനുള്ള ഡാൻസേഴ്സ് ആയിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ നിന്നാണ് ഇന്ന് ഈ കാണുന്ന താണ്ഡവ് സ്റ്റാർട്ട് ചെയ്തത്. ഒപ്പം ഇപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 10-25 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ളവരാണ്. ഞാനും രാജപ്പനും ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ജൈനിക എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്ത് ഒരു ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇപ്പോൾ ചില പ്രാക്ടീസുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം താണ്ഡവമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചരിത്രമാണ് ഇപ്പൊ എല്ലാവരും ഇവരെല്ലാവരും നമ്മളുടെ ഫുൾ ആൾക്കാരുണ്ടോ? കുറേ ഉണ്ട്, 10-45 പേരുണ്ട് ഇവിടെ. ഇത് ചെറിയ സാമ്പിൾ മാത്രമാണ് അല്ലേ? ഇവരുടെ ടാലന്റിനെ സ്വാഭാവികമായിട്ടും കുശുമ്പൊന്നും അല്ല, കാരണം ഞാൻ അത്ര വലിയ ഡാൻസർ ഒന്നും അല്ല. ഞാൻ കുഞ്ഞി ഇങ്ങനത്തെ മറ്റേ മുദ്ര വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ എനിവേസ്, അടുത്തതായിട്ട് എന്റെ മുദ്ര പ്രകടിപ്പിക്കുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കണം. ഞാൻ കുറച്ച് ഏകമുദ്ര ഉപദ്രയൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ കളിക്കുന്ന പാട്ട് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറയണം. അയ്യോ, ഇതിലും വലിയൊരു കുറച്ചധികം കഷ്ടപ്പാടായിരിക്കും, കാരണം 4 സ്റ്റെപ്പ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമ്മൾ ഡാൻസ് അറിയാത്ത ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. എന്നാലും നിങ്ങൾ സഹകരിക്കുന്നു, പെട്ടെന്ന് പറയണം കേട്ടോ. ഞാനെല്ലാം ഡാൻസ്. ഓക്കെ, പറയുന്ന ആൾക്ക് സമ്മാനം ഉണ്ടാവും അല്ലേ? അപ്പൊ ചേട്ടാ സമ്മാനം ഇല്ലേ? യെസ്, പറയുന്ന ആൾക്ക് നല്ല കിഡിലൻ സമ്മാനം ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാ സമ്മാനം കേട്ടോ, എനിക്കാ സമ്മാനം. ശരി, കഷ്ടപ്പെടുന്നത് നമ്മളും സമ്മാനം എടുക്കല്ല. വല്ല മുട്ടായി ഒക്കെയാണ് ഞാൻ തരാൻ കേട്ടോ, കുറച്ച് ശരിയെന്ന്. ഇപ്പൊ വില കൂടി എന്നാങ്കിലും നിങ്ങളങ്ങ് കണ്ണടച്ചേക്കണം കേട്ടോ, എന്റെ ഒരു സന്തോഷത്തിന്. പാവം ഇത്രയും പറയുന്നതല്ലേ.
പാട്ട് ഞങ്ങൾ പറയണോ അല്ലേ? അല്ല വേണ്ട, നിങ്ങൾ പറയണം. നിങ്ങൾ പറയണം. ശരിയാ, നിങ്ങൾ പറയണം. അശ്ശോ, കൺഫ്യൂഷൻ. അല്ലെ, എത്ര കില്ലാടി, ജഗജാല കില്ലാടികളുടെ നടുക്കാണ് ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത്. കണ്ണോട് കണ്ണുകൾ, കമണ പരിപാടി, വാ വാ വാ, എല്ലാവർക്കും കാണാമോ? അല്ല, ഇത് പാടിക്കൊണ്ടാണോ കളിക്കുന്നത്? പാടൂല, ഓൺലി ആക്ഷൻ. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഓക്കെ. കണ്ണ് പൊത്തി, കണ്ണ് പൊത്തി. ഇഞ്ഞോ? കുട്ടി ഭയങ്കര ഇന്റലിജന്റ് ആട്ടോ, ഭയങ്കര ഇന്റലിജന്റ് ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ഇവരെല്ലാവരും നല്ല ബാലൻസ്ഡ് ആണ്, ഞാനാണ് ബാലൻസ്ഡ് അല്ലാത്തത്. ചേച്ചി കണ്ണു പൊത്തി കണ്ണു തുറന്നു. പറയടാ, ഇവൻ ഇതിനൊക്കെ പുലിയാണ്. ഓക്കെ, നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് മുമ്പ് ഒരു വാക്കുണ്ടായിരുന്നു. നോക്കിയോ? നോക്കിയോ? അന്വേഷിച്ചോ? അല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ വേർഡ് കുറച്ച് ടഫാ, അതെനിക്ക് വളരെ വലിയൊരു സെഗ്മെന്റിലേ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആലോചിച്ച് സൂക്ഷിച്ച്. പാട്ട് പറഞ്ഞു. അന്വേഷിച്ചു. പാട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, വാ വാ വാ. അന്വേഷിച്ച് പോവ്, കൊത്തിയോ? എടാ, ആദ്യം ഒരു വാക്കുണ്ടോ, ഞാൻ എന്തിനാണോ ഇങ്ങനെ നടക്കുന്നത്? ആ വാക്കൊന്ന് പറ, അമ്മാമ എന്നൊന്നും പറയരുത് കേട്ടോ. ഇല്ല ഇല്ല, അങ്ങനെ തപ്പി ഇങ്ങനെയൊക്കെ നടക്കുന്ന ആരാ? ഇനി ക്ലൂ ഇല്ല. മുത്തശ്ശിയോ? കമൺ കമൺ കമൺ. അല്ല, അതിന്റെ സ്ത്രീപദം. ഞാൻ ഇങ്ങനെ ക്ലൂ കൊടുക്കാൻ പാടില്ലല്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല, ഇതെന്തായിരുന്നു? യു ഗൈസ്, ഞാൻ താമരയൊക്കെ പ്രതീക്ഷിക്കണല്ലേ? നിങ്ങൾ തന്നെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചാൽ നോക്ക്. കള്ളിപ്പൂങ്കുയിലേ, കള്ളി പിന്നെ തേൻ കുടിച്ചത് നിങ്ങൾ കണ്ടില്ല? കണ്ടില്ല? അടുത്ത പാടില്ല. എന്റെ മക്കളെ കണ്ട് പഠിക്കരുത്. കുട്ടികൾ ആരും ഡാൻസേഴ്സ് നിങ്ങൾ ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അത് അത്രയും പ്രോമാക്സ് ലെവലാണ്. ഇതൊന്നും ട്രൈ ചെയ്തിട്ടോ. ഞങ്ങളുടെ ചാനൽ മാത്രം ഇതൊക്കെ പുറത്തുവിടാറുള്ളൂ. കൃഷ്ണപ്രഭ ചേച്ചി ഇപ്പൊ നമ്മുടെ ഡാൻസ് സ്കൂളിലെ കിടിലൻ പെർഫോമൻസിന് മുമ്പിൽ ഒരു തട്ടുപൊളിപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോവാണ്. അടയാളപ്പെടുത്തുന്ന കാലം ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. കമോൺ ചേച്ചി, പാട്ട് പറ, ഒരു പാട്ട് പറഞ്ഞു തരൂ പ്ലീസ്. ബാക്കി കിട്ടും. അതിന് വേർഡ് ഇല്ലാന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാ. അതിന് വേർഡ് ഇല്ല പിള്ളേരെ. ചേച്ചി ഇന്ന് കുറച്ച് കഷ്ടപ്പെടും. വേറെ പാട്ട് വേണം. അതെനിക്കറിയാം. ശരി, നോക്കട്ടെ. നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞോടാ. ഈസി, എന്റെ പിള്ളേരല്ല, കണ്ടുപിടിക്കും. എനിക്ക് കിട്ടി, എനിക്ക് കിട്ടി. എനിക്ക് പറയാമോ? അപ്പൊ നിങ്ങളുടെ അടുത്തൊരു സാധനം പെർഫോം ചെയ്തോളൂ. കൃഷ്ണപ്രഭ ചേച്ചിനെ ഞാൻ അവിടം വരെ ഒന്ന് കൊണ്ടുപോയിട്ട് വേഗം ഇവിടം വരെ കൊണ്ടുവരുന്നതിന്. ചേച്ചിയുടെ നിങ്ങളുടെ കുറച്ച് രഹസ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. വരും ചേച്ചി. അപ്പൊ കൃഷ്ണപ്രഭ ചേച്ചിയുടെ നമ്മുടെ താണ്ഡവയുടെ അനുഭവങ്ങളും ഇവിടുത്തെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ കുറെ ഞങ്ങൾ കേട്ടു. ഇനി ചേച്ചിയുടെ കുറച്ച് പേഴ്സണൽ എന്ന് ഞാൻ പറയില്ല, കുറച്ച് വേണം പേഴ്സണൽ എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ആയിരിക്കുമല്ലോ. അപ്പൊ ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ചേച്ചിക്ക് ഡാൻസുമായിട്ട് അത്രയേറെ ഒരു കണക്ഷൻ ആണ്. എനിക്ക് തോന്നുന്നു 4.5 വയസ്സിൽ ചേച്ചിയുടെ അരങ്ങേറ്റം. 3 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി, 4.5 വയസ്സിലാണ് അരങ്ങേറ്റം. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് കഴിവുണ്ട് എന്നറിയാമെങ്കിലും അതിൽ ഏത് തീരുമാനം എടുക്കണം, അത് പഠിക്കണോ അല്ലെങ്കിൽ ഇറങ്ങിയറോ എന്നുള്ള ചിന്തകളൊന്നും അന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഫാമിലി ആയിരിക്കും അല്ലെ അതിന് കൂടുതൽ മുൻകൈ എടുത്തിട്ട്. എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ സമയത്ത്? എന്നെ ഡാൻസ് പഠിപ്പിക്കണം എന്ന് ഏറ്റവും അധികം മുൻകൈ എടുത്ത ആഗ്രഹമുള്ള ആളാണ് എന്റെ കൂടെ ഉള്ളത്, അമ്മ. സന്നദ്ധ സഹചാരി. ഇപ്പോഴും അതെ, ഇപ്പോഴും ഓരോരോ സജഷൻസും കാര്യങ്ങളും എല്ലാം പറയും. ഡ്രസ്സിന്റെ കാര്യങ്ങളിലെല്ലാം ഡിസൈനിങ്ങും എല്ലാ പരിപാടികളും ഉണ്ട്. ഞാൻ എന്തെങ്കിലും തുടങ്ങിയതാ, അന്ന് മുതൽ കൂടെ നടക്കാൻ തുടങ്ങിയതാണ്. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛന്റെ അടുത്ത് നിന്നാണ് എനിക്ക് പാട്ടിന്റെ കിട്ടിയത്. അച്ഛൻ നന്നായി പാടുമായിരുന്നു. ഡാൻസ് അപ്പൊ അമ്മയാണോ? അമ്മ തൊടുപുഴ വാസന്തി സ്റ്റുഡന്റ് ആണ്. അമ്മയുടെ വീട് തൊടുപുഴയാണ്. അപ്പൊ തൊടുപുഴ വാസന്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗോഡ് ഫാദറിലും ഒക്കെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് സിനിമയിൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അമ്മ തൊടുപുഴ വാസന്തിയുടെ സ്റ്റുഡന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോ എനിക്കൊരു ചേട്ടനാണുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോ
ഫുള്ള് എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകുന്നതും തുടക്കത്തില് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഡാൻസും പാട്ടും അഭിനയം ഒക്കെ ആയിട്ട് എപ്പോഴും കൂടെ നടക്കുന്നതിന് ബുദ്ധിമുട്ടാണോ അമ്മയ്ക്ക്? അത്ര നല്ലല്ലേ. സന്തോഷാണ്. പിന്നെ സന്തോഷം. വീട്ടിൽ ഇരുന്ന് തന്നെ പറയാനും ഇതിപ്പോ ലോകമായ ലോകം മുഴുവൻ പോവാം. പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു പ്രശ്നമില്ല. പ്രശ്നം എന്നെക്കാളും മുന്നേ ചാടും. ഇപ്പോഴും കൂടെ ഞാനൊരു റെക്കോർഡിങ്, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാരും പറയാം കൃഷ്ണയ്ക്ക് 90 വയസ്സായി കിടപ്പായാലും അമ്മ എപ്പോഴും ഉണ്ടാവും. 6 മണിക്ക് വാങ്ങുന്ന പ്രോഗ്രാം ഉണ്ട് അമ്മ ചാടി വിളിക്കും. എങ്ങനെ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്? ആക്ച്വലി സമയമൊക്കെ എങ്ങനെ? ഡാൻസും പാട്ടും അഭിനയവും അങ്ങനെ നമുക്ക് സമയം ഒന്നിനും ഇല്ല എന്ന് നമ്മള് വെറുതെ ഒരു എക്സ്ക്യൂസ് പറയുന്നതാണ്. വേറെ പണിയൊന്നും ഇല്ല ഞങ്ങക്ക്, വേറെ ആരെയും നോക്കാനും ഇല്ല. വേറെ പണിയൊന്നുമില്ല. പിന്നെ വേറെ അങ്ങനെ വലിയൊരു നമുക്കൊരു കമ്മിറ്റ്മെന്റ്സോ അങ്ങനത്തെ ഉള്ള ഇതൊന്നുമില്ല. അപ്പൊ ഫുൾ ടൈം ഇവിടുത്തെ കാര്യം നോക്കാനാണെങ്കിലും പിള്ളേരുണ്ടല്ലോ. എല്ലാത്തിനും നമുക്ക് ഒന്നും അറിയണ്ട. ഞാൻ ഇടയ്ക്ക് മാത്രമാണ് വന്നു പോകുന്നത്, പ്രാക്ടീസിന് വേണ്ടിയിട്ടൊക്കെ മാത്രം വന്നു പോകും. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് ശരിക്കും, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ചില ആൾക്കാർ ബിസി ആവുന്നത് അവരുടെ ലൈഫിൽ ചിലപ്പോൾ മാരീഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ നോക്കാനുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. കുറെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും രണ്ടും നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്നവരല്ലാതെ കുറച്ചു പേര് അവർക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ട്, സാധ്യത ഉണ്ടായിട്ടും അവരുടെ ഇപ്പൊ ഫാമിലിയിലുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ളവരോ സൊസൈറ്റി അവരെ ചുറ്റുപറ്റി നിൽക്കുന്ന എൻവയോൺമെന്റ് നോ പറയുന്നു. കലാരംഗം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകണ്ട, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അന്ധമായ ചിന്താഗതി കൊണ്ട് കലാരംഗത്ത് വളരാൻ പറ്റാതെ തീരുമാനങ്ങൾ പറഞ്ഞ് അടിച്ചമർത്തപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അത് ആദ്യം അവനവൻ തീരുമാനിക്കണം. നശിക്കാനുള്ളവൻ എവിടെയാണെങ്കിലും നശിക്കും, വിജയിക്കാനുള്ളവൻ എവിടെയാണെങ്കിലും വിജയിക്കും. അത്രേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ ഒരു അജണ്ട എന്ന് പറയുന്നത്. ആദ്യം അവനവന്റെ ലിമിറ്റ് അറിയണം നന്നായിട്ട്. പിന്നെ കഴിവുണ്ടോ, ഡാൻസ് കളിക്കാനും പാട്ട് പാടാനുള്ള കഴിവുണ്ടോ, അവനവനെ പറ്റി നല്ല പോലെ പഠിക്കണം. ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും എന്താ കൃഷ്ണ കല്യാണം കഴിക്കാത്തതെന്ന്. ഞാൻ എന്നെ പറ്റി നല്ല പോലെ പഠിച്ചാളാം. ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചാൽ മര്യാദക്ക് ഇരിക്കില്ല. എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഡാൻസും പാട്ടും ഒക്കെ തന്നെയാ. കാരണം ഇതിപ്പോ നമ്മള് ഒരു സ്വയം എന്തൊക്കെയാ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ആദ്യം ഒരു ഗ്രാഫ് ഉണ്ടാവുമല്ലോ. അതില് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചാണ് എന്നെ കൊണ്ട് പറ്റുന്നത് ഡാൻസും പാട്ടും ഒക്കെ തന്നെയാണ്. ഇപ്പൊ സിനിമ എനിക്ക് അഭിനയിക്കാൻ അത്രത്തോളം ഇഷ്ടമാണ്, ഡാൻസും പാട്ടുമാണ്. പ്രോഗ്രാംസ് ചെയ്യുന്നത് എനിക്കൊരു ഹരമാണ്. അപ്പൊ അത് മാത്രമാണ് എൻ്റെ ഒരു ചിന്ത. വേറൊരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതാണ് എൻ്റെ കേപ്പബിലിറ്റി. അവനവന്റെ കേപ്പബിലിറ്റി അറിയാതെ ഓരോ കാര്യത്തിൽ പോയി എടുത്ത് ചാടരുത്. ഇപ്പൊ സൊസൈറ്റി ഇപ്പൊ ബാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ കേപ്പബിലിറ്റി എന്തോരം ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സക്സസിലേക്ക് വരാം എന്നുള്ളതാണ്. അതായത് നമുക്കൊരു കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നശിക്കാനുള്ളവരെ എവിടെ വേണേലും നശിക്കാം, വിജയിക്കാനുള്ള അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പറഞ്ഞു പാഷനേറ്റ് ആണ്, മാരേജിനോട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്നാൽ പോലും ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടില്ലേ? കല്യാണം വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നോ? നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് മേ ബി ഒരു വൈഫായിട്ടൊക്കെ പെർഫോം ചെയ്യുമ്പോ കുട്ടികളോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും സ്വാഭാവികമായിട്ടും കല്യാണം കഴിക്കണം എന്നല്ല, രസമായിരിക്കും. അങ്ങനെ തോന്നിയിട്ടില്ല. ഉറപ്പാ. പിന്നെ ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്റെ ഫാമിലി, എന്റെ ബ്രദറിന് ഇപ്പൊ 45 വയസ്സായി, ചേട്ടൻ കല്യാണം വെച്ചിട്ടില്ല. ഞങ്ങള് രണ്ടുപേരും ബാച്ചിലേഴ്സ് ആണ്. ഞങ്ങള് 3 പേരുമായിട്ട് ഞാനും അമ്മയും ബ്രദറുമാണ്. ഇവരാരും എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രഷർ ചെയ്തിട്ടില്ല. പല കുട്ടികൾക്കും പറ്റുന്ന അവർക്ക് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ വീട്ടുകാരുടെ പ്രഷർ കൊണ്ട് ഇപ്പത്തെ ഞാനൊരു കല്യാണത്തിന്റെ ഒരു ഇത് കാണുന്നത് എല്ലാവരും കല്യാണം കഴിച്ചു, എന്നാ നമുക്ക് കല്യാണം കഴിക്കാം, അയാളുടെ മോള് കല്യാണം കഴിച്ചു, നീ മര്യാദ കല്യാണം കഴിച്ചു, അങ്ങനത്തെ ഉള്ള ഭയങ്കര ഇതുണ്ട്. പിന്നെ ഇപ്പൊ വെഡിങ് വീഡിയോസ് മറ്റു ഇതൊക്കെ കാണുമ്പോ ആ ഒരു ദിവസം നമ്മൾ എന്തോ വണ്ടർലാൻഡിലാണെന്നുള്ള അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലരും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തട്ടിയും മുട്ടി ഇടിയും ബഹളോ. അപ്പൊ അതിന്റെയൊക്കെ ഈ ഇടിയുടെ ബഹളത്തിന്റെ ഒന്നും ഇടയിലും നമുക്കായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനേ ഒരു സമയം ഉണ്ടാവില്ല, അതിനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കില്ല. അത് എന്തിനാണ് ഈ ഗുരുവായൂരിൽ പോകണം? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവനവന്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നിയോ എന്നുള്ള ക്വസ്റ്റ്യനിൽ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് കുറേ ചെറുതിലെ മുതലേ തന്നെ, ഞാൻ എൻ്റെ ഒരു ടീനേജ് ഒക്കെ മുതലേ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതൊരു ആവശ്യമില്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഈ കല്യാണം. ഞാൻ ഇപ്പോഴും ആരുടെ അടുത്തോണല്ലോ ഉറപ്പായിട്ട് പറയാം. മെജോറിറ്റി ആൾക്കാരും കല്യാണം കഴിച്ചതിന് ശേഷം വേണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോ ഒരുപാട് പേര്
എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓ ഒരു കണക്കിന് അതാ നല്ലത്. അപ്പൊ അതായത് അവരുടെ ഉള്ളിൽ നിന്ന് വരികയാണ്, ഒരു കണക്കിന് അതാ നല്ലത്, കൃഷ്ണ കല്യാണം കഴിക്കണ്ട കേട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട്, അതായത് കല്യാണം കഴിച്ചവര് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സി നന്നായിട്ട് പോകുന്ന ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്, ഒരുപാട് പേര് എനിക്കറിയാവുന്ന കുറെ പേര് നന്നായിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അതിന് പുറത്തിന് നമ്മൾ അഭിനയിക്കുന്നതാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും അവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ പോകുന്നതാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയേണ്ടതല്ല നമ്മുടെ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബെറ്റർ ഹാഫിനെയാണ് കിട്ടുന്നതെങ്കിലോ അത്ര ബെറ്റർ റിസ്ക് എടുക്കാൻ, സ്വന്തം ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ബെറ്റർ ആയിട്ടുള്ള ആരും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ പോരായ്മയാണ്. എന്റെ കേപ്പബിലിറ്റി ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ പോരായ്മ എന്ന് ഒരാൾക്ക് തോന്നും, പക്ഷെ അത് എന്റെ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് ഈ ട്രാവൽ ചെയ്യുന്നതും എന്റെ ഡാൻസ് പാട്ട്, ഇപ്പൊ എന്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. ഇപ്പൊ സ്വീറ്റ് തന്നെ ഇപ്പൊ എന്റെ അടുത്ത് എത്ര നേരമായി സംസാരിക്കുന്നത്. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും മൊത്തം പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവിടെ എനിക്ക് ഇന്ന് രാവിലെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞു. ഇല്ല, ഇത് തന്നെയാണ് എന്റെ കുഴപ്പം. ഒരു പാർട്ട്ണർ എന്റെ മോനെ ചക്കര എന്ന് പറയുമ്പോ, ചേട്ടാ ഞാൻ ഇന്ന് റെക്കോർഡിങ്ങിന് പോയപ്പോഴുണ്ടല്ലോ, റെക്കോർഡിങ് എന്ന് വിചാരിക്കുള്ളൂ. എനിക്കിത് പറയാം. ചേച്ചിയുടെ ലഹരി പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്ക് അതുപോലെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അത് വളരെ കുറവായിട്ടുള്ള ഫ്രണ്ട് സർക്കിളേ ഉള്ളൂ. എന്റെ വളരെ വേണ്ടപ്പെട്ടവർ എന്ന് ഞാൻ കരുതുന്നത് ഈ ഒരു ഫിംഗറിൽ ഒതുക്കാവുന്ന ആൾക്കാരേ ഉള്ളൂ. അവരെ എല്ലാവരെയും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവർക്ക് എന്റെ ഒരു കഴിവ് അറിയാം. ആ ഒരു കഴിവില് പ്രോത്സാഹിപ്പിക്കുകയും തെറ്റ് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവർ മാത്രമാണ്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ മതി എന്നുള്ളതാണ്. കല്യാണത്തിന് ഞങ്ങൾ ആകെ എൻകറേജ് ചെയ്യുന്നത് ഇവന്റ്സിൽ ഞങ്ങൾ ഡാൻസ് വിളിക്കാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഒരു എൻഗേജ്മെന്റ് എന്നുള്ളത്. പിള്ളേർക്ക് കാശ് കിട്ടും. അതെ, കല്യാണത്തിന് ആകെ താണ്ഡവയുടെയും ചേച്ചിയുടെയും പോഷൻ വരുന്നത് ഡാൻസ് പ്രോഗ്രാമും സെഷനും ഒക്കെ. വേർതിരിവുണ്ടോ? ലൈക്ക് ഇപ്പോ ആണുങ്ങള് പെണ്ണുങ്ങള്, ഇപ്പൊ കഥകളിയൊക്കെ പെണ്ണുങ്ങള് ചെയ്തിട്ട് പെൺകുട്ടികളൊക്കെ ചെയ്തിട്ട് വൈറലാവുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കലാരംഗത്ത് അങ്ങനെ ലിംഗ വേർതിരിവുണ്ടോ ഈ ജെൻഡർ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പം സിനിമയിൽ ഇപ്പൊ നമ്മള് ഇതൊന്നും അങ്ങനെ വേർതിരിവ് എന്ന് പറഞ്ഞിട്ട് ഒരു ജെൻഡർ തിരിവ് എന്ന് പറയാൻ പറ്റില്ല. സിനിമയിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റ് വാല്യൂ ഉള്ളവരാരോ അവർക്കാണ് ഇപ്പോ എന്താ പറയാ മുൻഗണന കൂടുതൽ. അതിപ്പോ ആ ഒരു ഇപ്പൊ ആൺ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നയൻതാര കയറി വന്നിട്ട് ഇപ്പൊ അവരുടെ വലിയ കട്ടൗട്ടും അവരെ ഇപ്പൊ വലിയൊരു സൂപ്പർ സ്റ്റാർ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എവിടെയാ ജെൻഡർ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്? പണിയെടുത്ത് നേടുക എന്നുള്ളതാണ് എല്ലാത്തിന്റെയും കാര്യം. കുറ്റം പറയാൻ എല്ലാവർക്കും എളുപ്പ. അതിപ്പോ എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മെയിൽ ടീച്ചേഴ്സിനെക്കാളും ഒത്തിരി പേര് കേട്ട ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ, ഡാൻസിന്റെ ഇതിലാണെങ്കിലും ഏത് കലാരംഗത്താണെങ്കിലും ഒക്കെ. അവരുടെയൊക്കെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കയറി വരുന്നതും അല്ലെങ്കിൽ അവരെ ലോകം അറിയുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ വേർതിരിച്ചിട്ട് അങ്ങനെ ആണായോണ്ട് അവിടെ ഇരിക്കുക പെണ്ണായോണ്ട് ഇവിടെ ഇരിക്കുക എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മളുടെ നാട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ നാഷണൽ ഇന്റർനാഷണൽ പരിപാടികൾക്കെല്ലാം പോകുന്നു. ഇപ്പൊ എന്താ പറയാ, ഫിലിം ഇതിനേക്കാളും ഡാൻസ് പ്രോഗ്രാംസിനൊക്കെ പോകുന്നു. ഇപ്പൊ സിനിമാ മേഖലയിൽ നമ്മൾ കഴിഞ്ഞിടക്ക് കേട്ടായിരുന്നു കുറെ പ്രശ്നങ്ങളും കുത്തിത്തിരിപ്പുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കേട്ടു. അപ്പൊ ഈ ഡാൻസ് പ്രോഗ്രാമിനായിട്ട് സ്വദേശത്തും വിദേശത്തും ഒക്കെ പോകുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ചേച്ചി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരാളും കൂടിയാണ്. ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടല്ലോ പ്രോഗ്രാം? ഐ മീൻ അങ്ങനെയല്ല, ചേച്ചിയുടെ കരിയറിന് വേണ്ടിയിട്ട് അക്ഷീണം ഒറ്റയ്ക്ക് പ്രയത്നിക്കുന്ന ഒരാളാണ് ചേച്ചി. അപ്പൊ ചേച്ചിക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുണ്ടായിട്ട്? ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ തന്നെ ഞാൻ നടന്നു പോകാന്ന് വെച്ചോ, അപ്പൊ വെറുതെ നോക്കിയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നവര് ചിലപ്പോ ഉണ്ടാകാം. തീർച്ചയായിട്ടും അതപ്പോ സിനിമയുടെ കുറ്റമല്ലല്ലോ, അയാളുടെ മെന്റാലിറ്റിയുടെ കുഴപ്പമല്ലേ. അത് ഓരോ മനുഷ്യരുടേതായിട്ടുള്ള കുഴപ്പമാണ്. അല്ലാണ്ട് ഇതെല്ലായിടത്തും ഉണ്ട്. നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയും, അമ്മ ഇത്രയും പ്രായമില്ല എന്തിനാ അമ്മയും കൊണ്ട്. എന്നോട് നമ്മുടെ മലയാള സിനിമയിലെ വളരെ മേജറായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടർ ചോദിച്ചിട്ടുണ്ട്, തനിക്ക് നാണമില്ല ഇത്രയും വയസ്സായിട്ട് അമ്മയും കൊണ്ട് എന്തിനാ എല്ലായിടത്തും പോകുന്നത്? അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഓരോരുത്തര് സ്വന്തമല്ലാത്ത ഭാര്യേനെയും സ്വന്തമല്ലാത്ത ഭർത്താവിനും വല്ലവന്റെയും ഭാര്യേനെയും ഭർത്താവിനെയും കൊണ്ട് നടക്കുന്നത്. ഞാൻ എന്റെ സ്വന്തം അമ്മയും കൊണ്ടാണ് നടക്കുന്നത്. ഇനി ഇതിലും വലിയ ഉത്തരം പറയാം. പുള്ളി പറഞ്ഞു, തന്റെ നാക്കിനെ ജയിക്കാൻ ഇനി വേറെ ആരുമില്ല ലോകത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്റെ സ്വന്തം അമ്മയെ കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. വല്ലവന്റെ അമ്മയല്ല, വല്ലവന്റെ ഭാര്യയും വല്ലവന്റെ ഭർത്താവും അല്ല. ഇതിലും വല്ല പുള്ളിയെ പറഞ്ഞു, ഇതിലും വലിയ ഉത്തരം സ്വപ്നങ്ങളിൽ മാത്രം. അത് പിന്നെ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഇത് ഞാൻ എല്ലാ സ്ഥലത്തും എന്റെ അമ്മയെ കൊണ്ട് നടക്കുന്നത് എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല. 10-25 വയസ്സായ അമ്മ എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ബ്ലാക്ക് ബെൽറ്റ് അടിച്ച് ഇടിച്ചിടുന്നു നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇല്ല.
നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇല്ല. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. എന്റെ നാക്കിന് ഒരു എല്ലുമില്ല. കാരണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സറ്റയർ ആയിട്ട് തന്നെ ഒരു ഇച്ചിരി ഇപ്പൊ ദേഷ്യപ്പെട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് ദേഷ്യം വന്നാലും ഞാൻ അത് കുറച്ചൊരു കോമഡി സ്റ്റൈലിലൊക്കെ തിരിച്ചു പറയും. നല്ല പോലെ പറയും. അത് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ വല്ലവന്റെ ഭാര്യയും ഭർത്താവിനെ കൊണ്ടല്ലല്ലോ നടക്കുന്നതെന്ന് പറഞ്ഞതുപോലെ കൊള്ളണ്ടവന് കൊള്ളുന്ന രീതിയിൽ തന്നെ പറയും. എന്നാൽ ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നുമായിരിക്കാം. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ അമ്മയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുന്നതിന്റെ മെയിൻ കാര്യം അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ഓരോ ദിവസവും ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നതും ഓരോരുത്തരെ പരിചയപ്പെടുന്നതും. തന്നെയല്ല ഞാൻ സെറ്റിലോ അല്ലെങ്കിൽ പ്രോഗ്രാം സ്ഥലത്തോ ചെല്ലുമ്പോൾ എന്നെ ആൾക്കാർ അന്വേഷിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാവരും അമ്മയെ അന്വേഷിക്കുന്നത്. കാരണം അമ്മ എല്ലാവരുടെ കമ്പനിയാണ്. എല്ലാവരും ചോദിക്കും അമ്മ ഒന്നില്ലേ എന്ന് പറയണ്ട. പിന്നെ എനിക്കൊരു ചേട്ടനാണുള്ളത്. ചേട്ടൻ ചങ്ങനാശ്ശേരിയിലെ പേപ്പർ മില്ലിൽ വർക്ക് ചെയ്യുക. ഒരിക്കലും ഞാൻ എന്തെങ്കിലും തന്നെ സ്ഥലത്ത് പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അമ്മേനെ നോക്കാനായിട്ട് ചേട്ടന് ലീവ് എടുത്തു വന്ന് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ വെറുതെ വീട്ടിലിരിക്കും. ഒരാള് ഒരിക്കലും അത് അമ്മ എന്നല്ല ഒരു മനുഷ്യരും ഒരിക്കലും തന്നെ വീട്ടിലിരുന്ന് മുഷിയേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് പോരാത്തതിന് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയുള്ളവര് നടക്കട്ടെ എന്നേ, അതല്ലേ നല്ലത്. അപ്പൊ എന്റെ കൂടെ അമ്മ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇപ്പൊ ഞാൻ സ്വീറ്റിയും ഞാനും കൂടെ പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പൊ ഇങ്ങനെയാണ് എന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്റെ ശീലങ്ങൾ എന്നൊക്കെ ഇപ്പൊ സ്വീറ്റ് എന്നോടും പറയും. ഇത് അമ്മയാവുമ്പോ എന്നെ ജനിച്ചൊന്നു പോലും കാണുന്ന ആളല്ലേ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അപ്പൊ എന്റെ മൂടൊപ്പം മാറും. ഞാൻ ഏതിനൊക്കെ ദേഷ്യപ്പെടും, ഏതിനൊക്കെ ചിരിക്കും. അമ്മയുടെ ആണെങ്കിലും എനിക്ക് തിരിച്ചങ്ങനെ പറയാം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഞാനും അമ്മയും കൂടെ നല്ല പരദൂഷണം പറയും. പക്ഷെ പുറത്തേക്ക് പോകില്ല. പുറത്തൊരു പരദൂഷണം പറയില്ല. പുറത്തൊരു പരദൂഷണം. അവര് ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ് ആക്ച്വലി. നിങ്ങൾ എല്ലാവരും പറയും നിങ്ങള് കീഴിലും പേരാണ് കേട്ടോ, നിങ്ങൾ നല്ല കമ്പനിയാണ്. പുറത്ത് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ചെന്നൈ വരെ ഡ്രൈവ് ചെയ്താ പോണേ. ഞാൻ ഓടിക്കും, ഞാൻ സൈഡിൽ ഇരിക്കും. ഞങ്ങള് തിരുപ്പതി എല്ലായിടത്തും ഡ്രൈവ് ചെയ്ത് തന്നെയാ പോകുന്നത്. അപ്പൊ എന്റെ കിളിയാ വണ്ടികളെ. അല്ല അപ്പൊ ഒരു കൂട്ടുകാര് കൊച്ചു പറയാ അതെങ്ങനെ 2 പരദൂഷണം പറയുമ്പോ ചെന്നൈ അവിടെ എന്റെ അടുത്ത് നമ്മുടെ ഫിലിം ഫീൽഡിലുള്ളവരൊക്കെ തന്നെ പറയും. ജീത്തു സാറിന്റെ ചേച്ചിയും അവരൊക്കെ പറയും നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നടക്കും, നല്ല രസമുണ്ടല്ലോ കാണാൻ. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് അവരൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പറയും. എല്ലാവരും പറയും ഞാനും അമ്മയും കൂടെ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ പുറത്തേക്ക് പോയി അങ്ങനെ ഒന്നും പറയില്ല. അതുകൊണ്ട് ഞങ്ങൾ അമ്മ എനിക്ക് തോന്നുന്നു ഹാപ്പിയാണ്. സാധാരണ നമ്മൾ ഒരു ഇവിടുത്തെ നാട്ടും പുറത്തെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മമാരെ അയ്യോ മക്കൾ ഒറ്റയ്ക്ക് അത് അങ്ങനത്തെ ഭയങ്കര ബോധോടായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും മാരേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അച്ഛന്റെ പേര് പ്രഭാകരൻ നായർ, അമ്മ ഷീലാപ്പി നായർ. രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാനും എന്റെ ബ്രദറും കല്യാണം കഴിച്ചില്ല. അങ്ങനെ കുറച്ചുകൂടെ വ്യക്തമാക്കി പാടു കുട്ടി എന്ന് പറഞ്ഞാല് ഞാൻ അപവാദം. നാളെ നിങ്ങൾക്ക് മറുദൂഷണം പറയാൻ ആളായിട്ടോ. എന്നാലും ആങ്കർ കുട്ടി സ്വീറ്റ് എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാനേ. 23 വർഷമായി ഞാനിങ്ങനെ കൊച്ചിന്റെ പുറകെ നടക്കണത്. ഞാനും വേറെ ആരുടെ ഒരു ഇതിനൊന്നും. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 24 വർഷമായി. 24 വർഷമായി. അച്ഛൻ മരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ പ്രായത്തിൽ വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം. അപ്പൊ ഒരുപാട് പേര് അന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, അമ്മ പിള്ളേര് മതി. അന്ന് മുതൽ ഞങ്ങൾ 3 പേര് ഇപ്പൊ ടച്ച് വുഡ് ഇപ്പോഴും നല്ല കൂളായിട്ട് നടക്കുന്നു. അപ്പൊ ഞാനിതാണ് അമ്മയെ കൊണ്ടുപോകുന്നതിന്റെ ഒരു റീസണും ഇതാണ്. പ്രോഗ്രാമിന്റെ കാര്യത്തിലാണ്. പിന്നെ എല്ലാ കാര്യത്തിലും അമ്മ അറിയാം. ഇപ്പൊ ക്ലാസ്സിന്റെ കാര്യം, പ്രോഗ്രാമിന്റെ കാര്യം, ഓരോ ക്യൂ ഷീറ്റ് പോലും അമ്മയ്ക്ക് അറിയാം. അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഏതിന് കയറണം അങ്ങനെയുള്ളത് എല്ലാം. ഫസ്റ്റ് കമ്പാനിയൻ ആണ് കൂടെ ഉള്ളത്. പിന്നെ ഓരോരുത്തരെ കണ്ടാലും ഞാൻ എല്ലാം ശ്രദ്ധിക്കും. അവരുടെ ഒരാളെ കാണാൻ പറയും കമ്പനിയൊക്കെ തന്നെ ഭർത്താവൊക്കെ പറഞ്ഞു പറയും അവനെ ഒന്ന് സൂക്ഷിച്ചോട്ടാന്ന് പറയും. എല്ലാ കാര്യങ്ങളും അല്ലേ. പരദൂഷണമാണെങ്കിൽ അങ്ങനെ, പ്രോഗ്രാം ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, എല്ലാത്തിലും ബെസ്റ്റ് കമ്പാനിയൻ ആണ്. ഇതാണ് എനിക്കൊന്ന് റോക്കി ഭായി പറഞ്ഞ പോരാളിയും തോന്നുന്നത്. എല്ലാത്തിനും ബെസ്റ്റ് പാർട്ട്ണർ ആണ് അല്ലേ. ഇതുപോലെ ഒരാള് പോരെ, വേറെന്താ വേണ്ടത്? അതെ അതെ, ഇപ്പോഴും മനസ്സിലായത്. ചേച്ചീനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്ന സമയത്ത് വലിയ കസേര അവിടെ അടുത്ത ആൾ ഇവിടുത്തെ ദളപതി ഇരുമ്പോണ്ട് ഇരുത്താൻ പറഞ്ഞ എന്തിനാന്ന്. ശരിക്കും ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് അമ്മയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട്. ഇനി ഡാൻസ് ഞാൻ പറയും ഒരുപാട് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ ഇല്ല. അപ്പൊ ഞാൻ പറയും സ്വന്തമായിട്ട് വീട്ടിൽ എന്റർടൈനർ ഉള്ളപ്പോൾ വേറെ എന്തിനും എന്റർടൈൻമെന്റ് എല്ലാം കൂടെ ഉള്ള ഒരാളുണ്ടല്ലോ, അത് മതിയല്ലോ. എനിവേസ് ഓൾ ദി ബെസ്റ്റ് ചേച്ചി. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കട്ടെ. അമ്മയ്ക്ക് കേരളത്തിലെ മാതൃക അമ്മയാണ്. അമ്മയ്ക്ക് വലിയൊരു ക്ഷയിക്കാതെ രണ്ടുപേരും ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരവിൽ വെച്ചോളൂ. തിരിച്ചെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ ചിരിക്കുക എന്നുള്ളതാണ് മെയിൻ അജണ്ട. അത് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. എല്ലാവരും നല്ലോണം ചിരിച്ചോണ്ടിരിക്കുക, ആരോഗ്യം ഉണ്ടാക്കുക. അപ്പൊ ബൈ ബൈ, സീ യു, ടാറ്റാ.